എതിരാളികളും ഇപ്പോൾ മറ്റു മതക്കാരാവട്ടെ ഇസ്ലാമിനകത്ത് തന്നെയുള്ള അവിശ്വാസികളാവട്ടെ വലിയ തോതിൽ പ്രവാചകനെ ആക്ഷേപിച്ചിരുന്നില്ല. പക്ഷെ ആക്ഷേപിക്കുന്നൊരു പ്രവണത വന്നത് അടുത്ത കാലത്താണ്. അത് 2-3 സോഴ്സിൽ നിന്നാണ്. ഒന്ന്, ഇസ്ലാമിൽ യുക്തിവാദികളുടെ സ്വാധീനം വളരെ ശക്തി. പണ്ടും പ്രമുഖരായ യുക്തിവാദികളൊന്നും മുസ്ലിം പക്ഷത്ത് നിന്ന് വന്നിരുന്നില്ല. ഇപ്പോൾ കലാനാഥൻ മാഷ്, പവനൻ, പക്ഷേ കേരളത്തിലെ സമീപകാലത്തൊരു പ്രശ്നം, യുക്തിവാദികൾ മുസ്ലിങ്ങളിൽ നിന്ന് വലിയ തോതിൽ വന്നിരിക്കുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ആധുനിക സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായും തൃപ്തികരമായും ഉത്തരം കൊടുക്കുന്നതിൽ മുസ്ലിം പൗരോഹിത്യം പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നത്. ഈ പുതിയ ലോകത്തിന് നിരക്കുന്ന മട്ടിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനകത്ത് നിന്ന് യുക്തിവാദികളുടെ വലിയ പരമ്പര വരുന്നു. അവർ സ്വന്തം ബ്ലോഗൊക്കെ തുടങ്ങി വലിയ 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 മൂവ്മെൻ്റ് ആയിട്ട് തീരുന്നു. മാത്രമല്ല എക്സ് മുസ്ലിംസ് എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു യുക്തിവാദികളുടെ കൂട്ടത്തിൽ തന്നെ. സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നൊരു മൂവ്മെന്റ്. ചിലർ എമു എന്ന് പറഞ്ഞാൽ അത് പുച്ഛിച്ച് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലർ എമു എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം എന്നുള്ള. അതെ, എമു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിംസ് ധാരാളം. അവർ വലിയ മൂവ്മെന്റ്. അതിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ, ആണുങ്ങളെക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ അത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ നിശ്ചിതമായിട്ട് വളരെ ക്രൂരമായി, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പോൾ ലോകത്തിലെ ഒരു 163 കോടി മുസ്ലിങ്ങളിൽ എനിക്ക് തോന്നുന്നു അവിശ്വാസികളെ മാറ്റി നിർത്തിയാൽ ഒരു 100 കോടി മനുഷ്യരെങ്കിലും പ്രവാചകനെ വലിയ തോതിൽ ആരാധിക്കുന്നവരാണ്. ആരാധിക്കുക മീൻസ് അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. അങ്ങനെ ഒരു ജനതയെ പരിഗണിച്ചെങ്കിലും, ആ മനുഷ്യന്റെ സെന്റിമെന്റ്സിനെ പരിഗണിച്ചെങ്കിലും ഈ വിമർശനത്തിനൊക്കെ ഒരു മര്യാദ വേണ്ടതാണ്. അത് പാലിക്കാതെ വിമർശിക്കപ്പെടുന്നുണ്ട് യുക്തിവാദി. അസ്സലാമു അലൈക്കും. ഈ ക്ലിപ്പിൽ അഹമ്മദ് പറയുന്ന വിഡ്ഢിത്തം അല്ലെങ്കിൽ കളവ് പലരും പറയുന്ന കളവ് തന്നെയാണ്. അഥവാ എക്സ് മുസ്ലിം ധാരാളം ഉണ്ടായി വരുന്നു എന്നത് ഒരു കളവാണ്. മറ്റൊരു കളവ്, മുസ്ലിം നാമധാരികളായ ചിലർ, യുക്തിവാദി എന്ന് പറയുന്ന ചിലർ, ഇവർ യുക്തിവാദിയാവാനുള്ള കാരണം മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇസ്ലാമിലെ യുക്തി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതിനാലാണ് എന്നാണ് ഇവർ പറയുന്നത്. അത് കളവാണ്. ഇത് പല കാരണം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഒന്ന്, എക്സ് മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ ഒരു കളവ് മാത്രം പറഞ്ഞു പോയാൽ അത് നമുക്ക് വിചാരിക്കാം അത് അവരോട് പറ്റിപ്പോയതാണ് എന്ന്. എന്നാൽ അവർ കളവുകൾ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളവുകളുടെ നീണ്ട പരമ്പര തന്നെ ഇവരിൽ നിന്ന് കാണും. മുസ്ലിമീങ്ങൾ ഇവരുടെ ധാരാളം കളവുകൾ പിടികൂടിയപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ, അവൻ്റെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, അവൻ പറയുകയാണ്, ഞാൻ ചറപറാ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ അതിൽ പെട്ടുപോയതാണെങ്കിൽ കളവ് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയാണ് അവർ ഇസ്ലാം മതം വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇവർ ശരി മനസ്സിലാക്കാൻ കഴിയാത്തതിനാലാണ് മതം വിട്ടതെങ്കിൽ പണ്ഡിതന്മാരുമായി സംശയ നിവാരണ വേദികളിൽ ഇവർ പങ്കെടുക്കണം. അതിവർ പങ്കെടുക്കുന്നില്ല. അവർ പറഞ്ഞു പോയതിന് അവർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ കളവുകളും ദുർവ്യാഖ്യാനങ്ങളും കേട്ടാൽ അറക്കുന്ന തെറികളും അതുപോലെ മുൻ വൈരാഗ്യം തീർക്കാൻ എന്ന പോലെയുള്ള വാക്കുകളും പറയുന്നു. അതുപോലെ സാധാരണക്കാരുടെ ചോദ്യത്തിന് പോലും ഉത്തരം മുട്ടുന്നത് രംഗം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കുറേ കാലം യുക്തിവാദത്തിൽ പ്രവർത്തിച്ച് തിരിച്ചു വരുന്ന അയ്യൂബ് പോലെയുള്ളവരെ നമുക്ക് കാണാം. അതുപോലെ പലരും പതിയെ പതിയെ പിന്നോട്ട് പോകുന്ന രംഗവും നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇവർക്കൊന്നും സത്യം മനസ്സിലാക്കാൻ കഴിയാത്തതിനാലല്ല, ഇവർ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ മതത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ടതില്ല.